CPIM ആകെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും CPIM ഉള്ളത്. എനിക്കറിയുന്ന പോലെ നിങ്ങൾക്കറിയുമല്ലോ, എനിക്ക് കൃത്യമായി എനിക്കറിയുന്ന പോലെ നിങ്ങൾക്ക് തിരിയില്ലല്ലോ. 3 കാര്യങ്ങളാണ് അതിൽ കാര്യമായിട്ടുള്ളത്. ഒന്ന്, അനാവശ്യമായ ചർച്ചയോട് ചർച്ചയ്ക്ക് മേൽ ചർച്ച. ഒരു കാര്യം ഉണ്ടാവില്ല. ഇതാണ് ഒരു പ്രധാനമായിട്ട് കാര്യം. ഇടയ്ക്ക് 3 ദിവസമൊക്കെ തുടർച്ചയായിട്ട് കമ്മിറ്റി കൂടി ചർച്ച ചെയ്യും. ഒന്നും ഉണ്ടാവില്ല. മല എലിയെ പ്രസവിച്ചതുപോലെ ഒരു തീരുമാനം ഉണ്ടാകാതെ പിരിയും. രണ്ടാമത്തെ കാര്യം, അനന്തമായ പഠന ക്ലാസ്സാണ്. അതാർക്കില്ല. അത് എത്ര ദിവസം നിങ്ങൾക്ക് ഒരു 10 ദിവസം ഇരിക്കൂല. ഞാൻ 14 ദിവസം ഇരുന്നാനാ EMS അക്കാഡമിയിൽ. ഫോൺ എടുക്കാൻ പാടില്ല, ഭാര്യക്ക് വിളിക്കാൻ പാടില്ല, കുട്ടികൾക്ക് വിളിക്കാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല. EMS അക്കാഡമി എന്ന് പറഞ്ഞൊരു കെട്ടിടമുണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. 14 ദിവസത്തെ ക്ലാസ്. അപ്പൊ ഞാൻ പാലക്കാട്ടിന് പരിപാടി പങ്കെടുത്തിട്ട് ഞാൻ പ്രസംഗിച്ചു. ആ 14 ദിവസം എന്റെ ആയുസ് നിന്ന് പോയി എന്ന് ഞാൻ കണക്കാക്കി എന്ന് പറഞ്ഞു മനസ്സിലായ. എന്നിട്ട് ക്ലാസ് എടുക്കുക. സ്ഥിരം കുറെ അക്കാഡമിഷ്യൻസ് ഉണ്ട്. ഒരു അക്കാഡമിഷ്യൻ MP ഗോവിന്ദനാണ്. മൂപ്പര് 1970-കളിൽ പഠിച്ചു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് മൂപ്പരെ കയ്യില്. ആ കാര്യം എടുക്കുകയാണ്. മൂപ്പര് ഈ ലോകത്ത് മാറ്റം വന്നത്, കുന്തിപ്പുഴയിൽ കൂടെ വെള്ളൊഴുകിപ്പോയത് ഒന്നും മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല. മൂപ്പർക്ക് ഒന്നും അറിയില്ല. ആ 70-കളിൽ പറഞ്ഞു വെച്ച ഈ കിതാബുണ്ടല്ലോ, CPIM ഓത്തുവള്ളിയിലെ പഴയ കിതാബ് അതുപോലെ ഇങ്ങനെ പറയാം. പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ ഓതുക. ഇതാണ് പണി. ഇതാണ് MP ഗോവിന്ദൻ, ഒരു പ്രധാനപ്പെട്ട അക്കാഡമിഷ്യൻ. രണ്ടാമത്തെ ഒരാളുണ്ട്, മൂപ്പർക്ക് ഏറ്റവും വിശ്വസ്തനായിട്ട് ഒരാൾ. അയാൾ എങ്ങനത്തെ വല്ലാതെ അറിയണ്ടാവില്ല. കോഴിക്കോട്ട് തന്ന ഒരു മനുഷ്യനെ കണ്ടുകൂടാ, അവിടുന്ന് പറഞ്ഞു വിട്ടതാ, അക്കാഡമിയിലേക്ക് പറഞ്ഞു വിട്ടതാ. ആദ്യത്തെ മന്ത്രിസഭയിൽ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ അടുപ്പം കാരണം ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു, അട്ടർ ഫെയിലിയർ ആണ് ഈ വിദ്വാനെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയത്. അത് നോക്കുക, നമുക്ക് നിയമങ്ങൾ നോക്കുക എന്ന് പറഞ്ഞു. എന്താ മൂപ്പരെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ റൂം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാ. ആളുകൾ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോകുന്ന ഓഫീസാണ്. മൂപ്പരെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കില്ല. ഒരു 3-4 പുസ്തകം ഉണ്ടാവും എപ്പോഴും കയ്യിൽ. പുസ്തകം വിട്ട കളിയില്ല, പുസ്തകം കയ്യിലുണ്ടാവും. മൂപ്പരെ ഭാവമൊക്കെ കണ്ട ഏതാണ്ട് ഈ കാർൽ മാർക്സ് മയ്യത്താവുമ്പോ ഈ കിതാബൊക്കെ ഇയാളെ ഏൽപ്പിച്ചിട്ട് ഇതൊക്കെ കൊണ്ടുനടക്കുന്നത് ഇവനെ ഏൽപ്പിച്ച മട്ടിലാണ് അവന്റെ നടത്തം. റൂമിൽ വേറെ ഒരാളുണ്ട്, PK ബിജു, കോട്ടയത്ത് ചേർന്ന. വാസവൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, VN വാസവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന് കണ്ടുകൂടാവനെ അജാതി ആളുകളെ കൊണ്ട് നടക്കുക. ഇവരൊക്കെയാണ് ക്ലാസ് എടുക്കുക. പിന്നെ വേറൊരു മഹാനായ നേതാവുണ്ട്, മലപ്പുറത്ത് ചേർന്ന. ഇപ്പൊ സ്ഥിരതാമസം ഭാര്യ വീട്ടിൽ ഇവിടെ തൃശ്ശൂരാ. ഞാനൊരു അഭ്യർത്ഥന ഉണ്ട്, ഇടക്ക് വല്ല പരിപാടി ആയിട്ട് കൊടുത്ത് കാഞ്ഞിരപ്പുഴ കൂടെ കൊണ്ടുവരണം. ഒരു പരിപാടി നിശ്ചയിച്ചു കൊടുക്കാൻ, എന്തെങ്കിലും ഒരു പരിപാടി നിശ്ചയിച്ചു കൊടുക്കാൻ ഗുണത്തിലാവും. ഇപ്പോഴൊക്കെ ഒരു പ്രത്യേകത, നടന്നു പോയ വഴിക്ക് ഒരു പുല്ല് മുളക്കില്ല. ആ വിശ്വാസം കൊണ്ടാണ് ഞാൻ പറയുന്നത്. വിജയരാഘവൻ വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഇവിടെ നിശ്ചയിച്ചു കൊടുക്കണം. നമ്മൾ തീരുമാനിച്ചു കൊടുക്കുക. ഒരു പൊതുപരിപാടി നിശ്ചയിച്ചു കൊടുക്കുക. 2 പരിപാടി കൊടുത്താൽ നമ്മുടെ കാര്യം വളരെ ഉഷാറായി. അതൊന്നും തീരുമാനിച്ചു കൊടുത്താൽ മതി നിങ്ങൾ. ഇതൊക്കെയാണ് ഇപ്പൊ CPIM പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ നിര. ഇവര് ക്ലാസ് എടുക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ ജോലി. CPIM പ്രധാനപ്പെട്ട ഏർപ്പാടെന്ന് പറയുന്നത് പിരിവാണ്. അപ്പൊ ഞാൻ എന്റെ കൂടെ കാറിൽ വന്നപ്പോ നമ്മളെ ശിഹാബാണ് എന്റെ കൂടെ വണ്ടിയിലുണ്ടായിരുന്നു. ശിഹാബ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല അത് തുടങ്ങി. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചു. അല്ല, അവിടേക്ക് ആ വഴിക്കൊക്കെ വന്നിരുന്നു. അപ്പൊ പിരിവെടുത്ത് നടക്കുന്നുണ്ട്, ഒരു വെക്കറ്റി ഉണ്ട്, 2 പുസ്തകമുണ്ട്. തുടങ്ങി. ഞാൻ ഇന്നിപ്പോ പറഞ്ഞ ഇങ്ങോട്ട് വരുമ്പോൾ അതാണ് എന്റെ ഓർമ്മ. അതിന്റെ ഇടയിലാണ് ഇന്നലത്തെ പത്രത്തിൽ വാർത്ത ഞാൻ കാണുന്നത്, CPIM ആകെ മാറാൻ പോവുക. എന്താണ്? വായിച്ചില്ലെങ്കിൽ എന്തിനും ഏതിനുമുള്ള പിരിവ് വേണ്ട എന്ന് CPIM തീരുമാനിക്കാൻ പോവുകയാണ്. അങ്ങനെ തീരുമാനിച്ചാൽ പാലക്കാട്ടെ സ്പിരിറ്റ് കച്ചവടക്കാരൻ മുതൽ ഗ്രഹണി പിടിച്ച ഇവിടെയുള്ള ഈ ജക്കം പേരയുടെ ആളുകൾ അന്ന് രാത്രിയും എന്നേക്കുമായി അവസാനിക്കും. ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യമുണ്ട്. ശ്രീകൃഷ്ണൻ അവതരിച്ചത് ഹംസനെ കൊല്ലാനാണേ. പുരാണല്ലത്, പുരാണല്ലേ, മനസ്സിലാക്കിയിട്ടില്ലേ? ശ്രീകൃഷ്ണൻ അവതരിച്ചത് കൃഷ്ണനെ കൊല്ലാനാണ്. ഇവന് ജനിച്ചത് പിരിവെടുക്കാനാണ്. പിരിക്കാൻ വേണ്ടി ജനിച്ച കൂട്ടരാണികളിൽ പിരിവ് നിർത്തുക എന്ന് പറഞ്ഞാൽ അവർ ഈ പാർട്ടിയിൽ ഇല്ല എന്നർത്ഥം.
അതൊക്കെ തീരുമാനിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ ജെൻസി മോഡലിലേക്ക് മാറുക എന്ന് പറഞ്ഞ മാത്രമല്ല അല്ലെ, ജെൻസി മോഡലിലേക്ക് മാറുക. മല്ലപ്പൻ കാലത്ത് നന്നാക്കാൻ വേണ്ടി നോക്കണം സിപിഐ. അതിനുവേണ്ടി വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി, അങ്ങനെ ഒരു കമ്മിറ്റി തന്നെ ഇല്ല. പാർട്ടി പ്രിയനുണ്ട്, ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പാർട്ടി കോൺഗ്രസ്, പാർട്ടി പ്രിയനൊക്കെ ഉണ്ട്, കമ്മിറ്റികളൊക്കെ ഉണ്ട്. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുണ്ട്. അത് ചർച്ച ചെയ്യാൻ പോകുക, നന്നാക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ. പണ്ടൊരു ചങ്ങായി പറഞ്ഞു, പകല് പരസ്യമായിട്ട് മാടി വിളിച്ചപ്പോ പറഞ്ഞിട്ടില്ല, എന്നിട്ട് അപ്പൊ ഇപ്പത്തെ കണ്ണുനോക്കി കാണിച്ചിട്ടില്ലായിരുന്നു. നല്ല കാലത്ത് നന്നായിട്ടില്ല CPI, നല്ല അവസരം ഉണ്ടായിട്ട് നന്നായിട്ടില്ല. എന്നിട്ട് ഇപ്പോഴാണ് CPIM നന്നാകാൻ നോക്കുന്നത്. നന്നാവില്ല, ഞങ്ങള് CPIM നന്നാവില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ. എന്നോട് ചെറിയ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലായത്? കേട്ടോ, ഒരു ദിവസം കൊണ്ടെടുത്ത തീരുമാനമല്ല. 2023 അവസാനം, 2023 നവംബർ മാസം തുടങ്ങിയ പോരാട്ടം. CPIM-നകത്ത് ശരിക്ക് വേണ്ടിയുള്ള പോരാട്ടം, നിലപാടിന് വേണ്ടിയുള്ള പോരാട്ടം, അധികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം, ഈ പാർട്ടിയുടെ ഭരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്പിരിറ്റ് കച്ചവടം നടത്തുന്നതിനെതിരായിട്ടുള്ള പോരാട്ടം, പിടിച്ചുവലിക്കെതിരായിട്ടുള്ള പോരാട്ടം. ആ പോരാട്ടവുമായി 2023 നവംബർ മുതൽ തുടങ്ങിയ പോരാട്ടം, ആ പോരാട്ടത്തിന്റെ തുടർച്ചയിലാണ്. CPIM വിടാൻ ഞാനും എന്റെ കൂടെയുള്ള ആത്മാഭിമാനമുള്ള സഖാക്കളും തയ്യാറായത് എന്നെ മനസ്സിലാക്കിക്കോ. CPIM ഞാൻ പറഞ്ഞത് ഒരു ദിവസം കണ്ടി പോകുന്നതല്ല, ഒരു ദിവസം പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പോകുന്നതല്ല. UDF-ന്റെ ഗവൺമെന്റ് വരികയാണെന്ന് മുൻകൂട്ടി കണ്ടിട്ട് പോകുന്നതല്ല. അങ്ങനെയല്ലട്ടാ, അങ്ങനെയൊന്നല്ല. ആ ധാരണയിലേക്കൊക്കെ ഞങ്ങൾ എത്തിയത് അവസാന ഘട്ടത്തിലാണ്. ഞങ്ങൾ എത്തിയത് UDF ഭരണം മാറും, ഭരണം മാറിയില്ലെങ്കിലും ഞങ്ങൾ ആ നിലപാട് സ്വീകരിക്കുമായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.